വെൽക്കം ബാക്ക്. അപ്പൊ നമുക്കൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്താലോ? യെസ്, ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. വിച്ച് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇലസ്ട്രേഷൻ? പഠിച്ചവർക്കൊക്കെ ഇത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പഠിക്കാത്തവർ ടെൻഷൻ അടിക്കണ്ട, പെട്ടെന്ന് പഠിച്ചോളൂ. വാട്ട് കോസസ് ദ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ? ഹൗ ഡസ് ദിസ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് അസിസ്റ്റ് ഇൻ ഇമ്മ്യൂണിറ്റി? ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ആദ്യം എന്താണ്, ഇത് ഏതാണ് ഈ ഒരു സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കണം. ഏതാണ്? യെസ്, നമ്മുടെ വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ബ്ലഡ് വെസലിന്റെ ആ ഒരു ഡയലേഷൻ നടക്കുന്നത്? എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്, അല്ലെ, വീങ്ങുന്നത് എന്തുകൊണ്ടാണ്? യെസ്. So cells at the site of injury releases histamine and other chemicals. എന്താണ് അവിടെ ഹിസ്റ്റമിന്റെ റിലീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഹിസ്റ്റമിൻ ആണ് നമ്മുടെ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യാൻ കാരണമാകുന്നത്. അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദിസ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് അസിസ്റ്റ് ഇൻ ഇമ്മ്യൂണിറ്റി? ഓക്കെ, അപ്പൊ ഇത് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. എന്താണ് ഇതിന്റെ ആൻസർ നോക്കിയാലോ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇസ് ദ മെത്തേഡ് ഓഫ് ബ്രിങ്ങിങ് ആരെയാണ്, നമ്മുടെ WBCനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? നമ്മുടെ സൈറ്റിലേക്ക്, അതായത് ഇഞ്ചുറി നടന്ന അല്ലെങ്കിൽ വൂണ്ടിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ഫ്ലോ അവിടെ കൂടണം, അല്ലെ, എന്നാൽ മാത്രമേ പെട്ടെന്ന് നമ്മുടെ WBCക്ക് ഈ ഒരു സൈറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലിപ്പോ ഒരാൾ വരികയാണ്, വന്ന് ബെല്ലടിച്ചു. അപ്പൊ വീട്ടില് പപ്പ മമ്മിക്ക് കുറച്ച് തിരക്കിലാണ്. അപ്പൊ ആ സമയത്ത് ആരാന്ന് നോക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കാറുണ്ട് ഫസ്റ്റ്, അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പോയി നോക്കും, എന്നിട്ട് എന്താണെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷമാണ് നമ്മൾ ചിലപ്പോൾ തിരിച്ചു പോയിട്ട് പറയാം, അല്ലെ. അപ്പൊ നമ്മളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അതേപോലെ എന്താണ് WBC വന്നിട്ട് ഈ ഇഞ്ചുറി നടന്നിടത്ത് വന്നിട്ട് ആദ്യം ഡീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് മേജർ ആയിട്ട്. അതിനകത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ ആ ഏരിയയിലേക്ക് എത്തുന്നു ആദ്യമേ തന്നെ. എന്നിട്ട് നമ്മുടെ പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്ത് അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെ. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്ത് പറഞ്ഞ് അവരെ തിരിച്ചുവിടും, അല്ലെ. ഇനി നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഉള്ളിൽ പോയിട്ട് പപ്പനോട് മമ്മിനോട് കാര്യം പറയും, അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ഇതാണ് നടക്കുന്നത്. ഇവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെ റെഡി ആയിരിക്കും, അല്ലെ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. So thank you, bye bye and take care.